ഞാനിവിടെ കറി വെക്കാൻ പോകുന്ന കണ്ണനാണ്. കണ്ണനെ എനിക്ക് കിട്ടിയത്. ഞാനിന്ന് മുളക് കറി വെക്കാൻ പോകും കേട്ടോ. ഇപ്പം വെട്ടി വൃത്തിയാക്കിയിട്ട് വരാം കേട്ടോ. മീനെല്ലാം വെട്ടി വൃത്തിയാക്കി കൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കെന്തെങ്കിൽ കറി വെക്കാം. ചട്ടി എടുത്ത് ചട്ടി ചൂടാവട്ടെ. ചട്ടി ചൂടായി നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. എണ്ണ ചൂടായി അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞത്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും, വറ്റൽമുളകും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിട്ട് അതിൻ്റെ ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് കറിവേപ്പിലയും പിന്നെ കൊടംപുളി കീറി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴണ്ട് വരട്ടെ. ഇത് നല്ലോണമൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളിക്ക് അരിഞ്ഞതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം വഴറ്റിയെടുക്കാം. നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത് ഇത്രയും കൂടെ തട്ടിക്കൊടുക്കും. എന്നിട്ട് ഇതിൻ്റെ പച്ച മണം മാറുന്നതായിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുത്തതിന് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കും. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം കുറുക്കിയെടുക്കുക. ഇനി തിളച്ചതിന് ശേഷം പിന്നെ നല്ലോണം വെള്ളം ഒഴിക്കാവുള്ളൂ. ഇനി അതിനകത്തോട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കും. നല്ലോണം ഇനി തിളച്ച് വരട്ടെ. നല്ലോണം തിളച്ച് കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. നമുക്ക് മീൻ ഇട്ട് നല്ലോണം തിളക്കട്ടെ. നല്ലോണം വേവട്ടെ കേട്ടോ. കറി നല്ലോണം പറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കുക. അങ്ങനെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.